ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് സെക്കൻഡ് മൊഡ്യൂളാണ് ഹയർ ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്താണ്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് നോട്ട് ആസ് എങ്ങനെയായിരുന്നു? സം a1x ഇൻറ്റു dy ബൈ dx പ്ലസ് സം a0 x ഇൻറ്റു y equal to some g of x. So this is the format of first order linear differential equation. എന്താണ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, LDE എഴുതുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഇതൊരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് ഇസ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം? കോമ we have some extra condition y of x naught is equal to some y naught. If we have this extra condition, then it is called a linear differential equation, linear IVP, which is called a linear IVP, initial value problem. Okay, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും? സം a2x ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സം a1x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് a0x ഇൻറ്റു y equal to some gx. So this will be the format of second order linear differential equation. ഇനി ഇവിടെ നമ്മളൊരു ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ we have to write y of x naught is equal to y naught, comma y dash of x naught is equal to y naught dash. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ ഒരേ ഒരു എക്സ്ട്രാ കണ്ടീഷനേ ഉള്ളൂ, ഒരേ ഒരു എക്സ്ട്രാ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ രണ്ട് എക്സ്ട്രാ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ വൈയിലും വൈ ഡാഷിലും നമ്മൾ എക്സ്ട്രാ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ വൈയിൽ മാത്രം എക്സ്ട്രാ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് എ ഫോർമാറ്റ്. ഇതാണൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഐ വി പി. അങ്ങനെയാണെങ്കിൽ ഒരു nth ഓർഡർ ലീനിയർ ഐ വി പിയുടെ ഫോം എങ്ങനെയായിരിക്കും? anx nth derivative of y divided by dx raised to n plus some an minus 1 into dn minus 1th derivative of y divided by dx raised to n minus 1 plus etc. കണ്ടോ, കുറഞ്ഞു. a2 a1 a0 കുറഞ്ഞു വരികയാണ് etc. തൊട്ട് മുമ്പിലെത്തിയും അവസാനത്തിന് തൊട്ട് മുമ്പിലെത്തിയും a1 of x into dy by dx plus a0 of x equal to some g of x. So this will be nth order. പക്ഷെ ഇവിടെ എന്തുണ്ടാവണം നോക്കുക, കോമ an of x must be not equal to 0. Why? ഇവിടെ തന്നെ a1x must be not equal to 0. Why? If a1 equal to 0, a1 of x equal to 0 means this term will become 0. Then the equation will be 0th order. കാരണം ഇവിടെ ഡെറിവേറ്റീവ് ഇല്ല, വൈയും ജി ഓഫ് എക്സ് മാത്രമേ വരികയുള്ളൂ 0th ഓർഡർ. അപ്പോൾ അതിൻ്റെ ഓർഡർ കുറയും. അതുകൊണ്ടാണ് ഏതാണോ ഹയസ്റ്റ് ഓർഡർ അതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും അതിൻ്റെ കോഎഫിഷ്യൻ്റ് എപ്പോഴും നോൺ സീറോ ആയിരിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കണം? a2 of x നോൺ സീറോ ആയിരിക്കണം, എന്നാലും ഈ ടേം ഉണ്ടാവുള്ളൂ. ഈ ടേം ഉണ്ടെങ്കിൽ ഇത് സെക്കൻഡ് ഓർഡർ ആവുള്ളൂ. സിമിലർലി ഇവിടെ an of x നോൺ സീറോ ആണെങ്കിൽ ഈ nth ടേം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറുന്നുള്ളൂ. സോ വിച്ച് ഈസ് എ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഇതിനെ IVP ആക്കണമെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഇനീഷ്യൽ കണ്ടീഷൻ ഏതിലേക്ക് അപ്ലൈ ചെയ്യണം? ഇവിടെ നോക്കി, ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ വൈയിൽ അപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ വൈയിലും വൈ ഡാഷിലും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ nth ഓർഡർ ആണെങ്കിൽ ഏതെല്ലാം പോയിന്റ്സിൽ ഏതെല്ലാം ഫംഗ്ഷൻസിൽ അപ്ലൈ ചെയ്യണം? വൈയിൽ, വൈ ഡാഷിൽ, വൈ ഡബിൾ ഡാഷിൽ എക്സെട്ര വൈയുടെ n-1th ഡെറിവേറ്റീവ് വരെയും നമ്മൾ എക്സ്ട്രാ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. സോ വി ആർ അപ്ലൈ ദ ഇനീഷ്യൽ കണ്ടീഷൻ y of x naught is equal to y naught, y dash of x naught is equal to y naught dash, or I can choose some y1 also, and y double dash of x naught is equal to y naught double dash etc. y n-1th derivative of x naught is equal to, here it is taken as some y1, it is some y2 etc. This is y naught n-1th derivative, which is called denoted as some y n-1. So y naught y1 y2 etc. y n-1 initial conditions നമ്മൾ n-1 ആൻഡ് n നമ്പർ ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഒരേ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ, അങ്ങനെ nth ഓർഡർ ആണെങ്കിൽ n നമ്പർ ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതൊരു IVP ആയിട്ട് മാറുന്നത്. ഇനി എന്താണ് IVPയുടെ പ്രത്യേകത? ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും, മാത്രമല്ല അത് എപ്പോഴും യുണീക്കായിരിക്കും. നമുക്ക് യുണീക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന, സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്
ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അത് യുണീക്ക് ആവുന്നത് എന്നുള്ളത് ക്ലിയറാണ്. എക്സിസ്റ്റൻസ് ഓഫ് എ യുണീക്ക് സൊല്യൂഷൻ. So existence of a unique solution of IVP says that let ANX, AN minus 1x etc. A1x and A0x and G of x are be continuous on an interval I. ഏതൊക്കെയാണ് ഈ ഫംഗ്ഷൻസ്? നമ്മൾ എഴുതിയ nth ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ ഡെറിവേറ്റീവ്സിൻ്റെ കോഎഫിഷ്യൻസ് ANX, AN minus 1x എക്സെട്ര A1x, A0x, പിന്നെ റൈറ്റ് സൈഡ് ഫംഗ്ഷൻ G of x. ഈ എല്ലാ കോഎഫിഷ്യൻസ് ഫംഗ്ഷനും റൈറ്റ് സൈഡ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കണം ഇൻ സം ഇൻ്റർവൽ I. ഒന്നാമത്തെ കാര്യം. ആൻഡ് ലെറ്റ് AN of x കോഎഫിഷ്യൻ്റ് ഓഫ് ദി nth ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം ഫോർ എവ്രി എക്സ് ഇൻ ക്യാപിറ്റൽ I. ഈ ഇൻ്റർവെല്ലിൽ ഏത് പോയിന്റ് കൊടുത്തു കഴിഞ്ഞാലും ഈ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണം? നോൺ സീറോ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം, എന്നാലും ഇത് nth ഓർഡർ ആവുള്ളൂ, അതിനാണ് അങ്ങനെ എഴുതുന്നത്. ഇനി ഇഫ് എക്സ് ഈക്വൽ ടു x0 ഈസ് എ പോയിന്റ് ഓൺ ദി ഇൻ്റർവെൽ I, then the solution y of x of the ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഏത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് ഇത്? ഇത് മാത്രം എഴുതിയ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം അല്ല, ഇത് ടുഗദർ വിത്ത് ദീസ് ഇനീഷ്യൽ കണ്ടീഷൻസ്, നമ്പർ ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടുള്ള ഈ പ്രോബ്ലം. ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് പേര് കൊടുത്തത്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം 1, ഇക്വേഷൻ 1 മുഴുവനായിട്ടാണ് കേട്ടോ. ഇക്വേഷൻ 1 exist on the interval I and it is unique. അപ്പോൾ എന്താ പറയുന്നത്? ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ കോഎഫിഷ്യൻസ് ഫംഗ്ഷനും റൈറ്റ് സൈഡ് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആവുകയും AN of x നോൺ സീറോ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഇക്വേഷന് ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. മാത്രമല്ല ആ സൊല്യൂഷൻ യുണീക്ക് ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എപ്പോഴും യുണീക്ക് ആയിരിക്കും. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം അല്ല, എക്സ്ട്രാ കണ്ടീഷൻസ് ഇല്ല എങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എപ്പോഴും നമുക്കറിയാലോ, ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആർബിട്രറി കോൺസ്റ്റൻസ് വരുന്ന ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് ആ സൊല്യൂഷൻസ് എത്ര എണ്ണം കിട്ടും? ഇൻഫൈനൈറ്റ് നമ്പർ എണ്ണം കിട്ടും. അതുകൊണ്ട് തന്നെ അത് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ആർബിട്രറി കോൺസ്റ്റൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് സൊല്യൂഷൻസ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് IVPക്ക് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടെന്നും ജനറൽ പ്രോബ്ലത്തിന് ആ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. Now we define what are boundary value problems. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയത്? സം A2 of x into d square y by dx square, this is A2, plus A1 of x into dy by dx plus some A0 of x into y equal to some g of x, comma y of x naught is equal to y naught and y dash of x naught is equal to y1. ഇതാണ് എന്ത്? സെക്കൻഡ് ഓർഡർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ ഒരു ഫോർമാറ്റ്. ഇവിടെ x0 എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? x0 is a point on the interval I പറയുന്ന ഇൻ്റർവൽ ഏതാ? നമ്മുടെ A2x, A1x, A0x, Gx ഈ 4 ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആകുന്ന ഒരു ഡൊമെയിനാണ് ഇൻ്റർവൽ I എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇൻ്റർവൽ ഞാൻ AB എന്ന് എഴുതുന്നു, ക്ലോസ്ഡ് ഇൻ്റർവൽ AB എന്ന് എഴുതുന്നു. അപ്പോൾ ഈ ഇൻ്റർവലിൻ്റെ ഉള്ളിൽ ഈ 4 ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെങ്കിലാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഇനി ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിരിക്കുന്ന പോയിന്റ് ഏതാ? x0. ഈ x0 എവിടെ നിന്ന് എടുക്കുന്നത്? ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്നത്. x0 ഈസ് ടേക്കൺ ഫ്രം ദി ഇൻറ്റീരിയർ ഓഫ് ദി ഇൻ്റർവൽ I. ഈ I എന്ന് പറയുന്ന ഇൻ്റർവലിൻ്റെ ഉള്ളിൽ നിന്നുമാണ് നമ്മൾ x0 എന്ന് പറയുന്ന പോയിന്റ് എടുത്തിരിക്കുന്നത്. ആ പോയിന്റിലാണ് ഈ 2 കണ്ടീഷൻസും അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേ പ്രോബ്ലം തന്നെ, പക്ഷെ ഇവിടെ പ്രത്യേകത എന്തായിരിക്കും വെച്ചാൽ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ, ബൗണ്ടറി പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഇൻ്റർവലിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് ഏതാണ്? എയും ബിയും. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറിയിലായിരിക്കും വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സെക്കൻഡ് ഓർഡർ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സം A2x ഇൻറ്റു d സ്ക്വയർ y ബൈ dx സ്ക്വയർ പ്ലസ് A1x ഇൻറ്റു dy ബൈ dx ലീനിയർ ഇക്വേഷൻ തന്നെയാണ്.
a0 of x into y equal to some g of x together with the boundary condition. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൽ എന്താ ഉണ്ടാവുക? ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് എവിടെയായിരിക്കും? എയിലും ബിയിലും ആയിരിക്കും. അപ്പോൾ y of a is equal to some you take y0 and y of b equal to some y1. ഇനി ഒന്നുകൂടെ വേണം, y dash of a is equal to some y0 and y dash of b is equal to some y1. ഇങ്ങനെ 4 പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഈ 4 പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് ബൗണ്ടറി കണ്ടീഷൻസ്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ പോയിന്റ് എക്സ് നോട്ടിലാണ് കൊടുത്തിരിക്കുന്നത്, രണ്ടും സെയിം ആണ്. ഈ എക്സ് നോട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത ഇൻറ്റീരിയർ പോയിന്റ് ആണ്. ഇവിടെ എയും ബിയും രണ്ടറ്റത്തുള്ള ബൗണ്ടറി പോയിന്റ്സ് ആണ്, അതാണ് വ്യത്യാസമുള്ളത്. ബൗണ്ടറി കണ്ടീഷൻസ്. So a linear differential equation together with the boundary condition is called boundary value problem. A second order boundary value problem has a general format like this: a2 of x into d square y by dx square plus a1x into dy by dx plus a0 of x into y equal to g of x. Ini y of a equal to y0, y of b equal to some y1 and y dash of a equal to y0, y dash of b equal to y1, where a and b are boundary points of the interval I. A യും ബിയും എന്താണ്? ബൗണ്ടറി പോയിന്റ്സ് ഓഫ് ദി ഇൻ്റർവൽ ഐ. ക്ലിയർ ആണോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, suppose we have a differential equation y double dash plus y equal to 0, comma y of 0 equal to 3 and y of pi equal to minus 3. So it is a boundary value problem. Why? Second order differential equation ആണ്, ലീനിയർ ആണ്. ഓക്കെ, റൈറ്റ് സൈഡ് 0 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പേര് എന്താ? ഹോമോജീനിയസ്. സെക്കൻഡ് ഓർഡർ ആണ്, ലീനിയർ ആണ്, ഹോമോജീനിയസ് ആണ്. ബിക്കോസ് റൈറ്റ് സൈഡ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. പിന്നെയോ എക്സ്ട്രാ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എക്സ്ട്രാ കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം ഇനീഷ്യൽ വാല്യൂ ആണോ അതോ ബൗണ്ടറി വാല്യൂ ആണോ. ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ y of 0യും y dash of 0യാണ് തരേണ്ടത്. ഇവിടെ നോക്കി 0യിലും പൈയിലോ തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണ്. രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലാണ് തന്നിരിക്കുന്നത്, എൻ പോയിൻറ്റ്സിലാണ് തന്നിരിക്കുന്നത്. സോ വിച്ച് ഇസ് എ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്ത് വിചാരിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, ഈ എക്സ് സ്ക്വയറിനെ ഞാൻ 2x മാപ്പ് ചെയ്യുന്നു. എന്താണ് 2x? 2x എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. ഞാൻ വേറൊരു ഫംഗ്ഷൻ എടുത്തു ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഏതാ? ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഏതാ? ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു എക്സിനെ ഞാൻ ഇ റേസ് ടു എക്സിലേക്ക് മാപ്പ് ചെയ്തു. ഇനി വേറൊരു ഫംഗ്ഷൻ എടുത്തു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ്. ലോഗ് എക്സിനെ ഞാൻ കയറി 1/x മാപ്പ് ചെയ്തു. 1/x എന്താ? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/x. സോ എഫ് ഡാഷ് എക്സ്. ശരിയല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? കുറേ ഫംഗ്ഷൻസിനെ എടുത്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്, ഇതൊരു മാപ്പിംഗ് ആണല്ലോ. മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആണല്ലോ. ആണ്. അപ്പോൾ ഞാൻ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കതിനെ മാപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനെയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസിനെ അതിൻ്റെ ഡെറിവേറ്റീവിലേക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്കൊരു ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് ഇതൊരു സെറ്റ് എടുക്കുന്നു എ, ഇതൊരു സെറ്റ് എടുക്കുന്നു ബി. ഇവിടെ എന്താ ഫംഗ്ഷൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫംഗ്ഷൻസ് ഇതാ എഫ് എക്സ് പോലുള്ള ഫംഗ്ഷൻസ്, എക്സ് സ്ക്വയർ, പോളിനോമിയലുകൾ, ഇ റേസ് ടു എക്സ്, ലോഗ് എക്സ്, സൈൻ എക്സ്, കോസ് എക്സ്, ഇങ്ങനെയുള്ള ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും എടുക്കുന്നു. അതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് അതും ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, 2x പോളിനോമിയൽ ഫംഗ്ഷൻസ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് അല്ലേ. സോറി, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, ഇതിലേക്കൊക്കെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻസിനെ മാപ്പ് ചെയ്യുന്നു. സോ ദിസ് വിൽ ബി എ ഫംഗ്ഷൻ അല്ലേ. ഈ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. അങ്ങനെയല്ലേ നമ്മൾ എഴുതുക? എഫ് ഇസ് എ മാപ്പിംഗ് ഫ്രം. സോ ഈ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. അതിനെ ഡിനോട്ട് ചെയ്യുന്നു ക്യാപിറ്റൽ ഡി. അപ്പോൾ എന്താ ക്യാപിറ്റൽ ഡി? ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് എ മാപ്പിംഗ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ, ഓർ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ which maps every function to its derivative. അപ്പോൾ ഏതൊരു ഫംഗ്ഷനെയും അതിൻ്റെ ഡെറിവേറ്റീവിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ.
അപ്പോൾ നമുക്ക് എഫിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, എഫ് ഓഫ് എക്സിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു, എഫ് ഡാഷ് ഓഫ് എക്സിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ എനിക്ക് ജനറലി എങ്ങനെ എഴുതാൻ നോക്കിയേ, സാധാരണ നമ്മൾ നോക്കി എക്സിനെ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് എഴുതില്ലേ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിനെ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. സോ സിമിലർലി ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എഫ് ഡാഷ് ഓഫ് എക്സിലേക്കാണ് ഡി പറയുന്ന മാപ്പിംഗ് മാപ്പ് ചെയ്യുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് ഡി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഒരു സിംബോളിക്കലി ഡി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ്. അപ്പോൾ ഡി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വൈ ഡാഷ്. അപ്പോൾ എന്താണോ നമ്മൾ ഡിയുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്, ആ ഡി അതിനെന്ത് ചെയ്യുന്നു, അതിനെ ഡെറിവേറ്റീവാക്കി മാറ്റുന്നു. സോ ദിസ് ഓപ്പറേറ്റർ ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കിയാൽ ഡി ഓഫ് വൈ 3y ഈക്വൽ ടു എന്ത് വരും, ഇതിന് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യാം. ഡി ഓഫ് 3 ഇൻറ്റു ഡി ഓഫ് വൈ, ഡി ഓഫ് 3 ഡെറിവേറ്റീവ് ഓഫ് 3 അല്ലേ, 3 ഇൻറ്റു ഡി ഓഫ് വൈ, ദറ്റ് ഈസ് 3 ഇൻറ്റു നമ്മൾ അങ്ങനെ ചെയ്യുക. 3 കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് എടുത്ത് പുറത്ത് നിർത്തി വി ആർ അപ്ലൈയിങ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഓൺ വൈ. അപ്പോൾ വൈയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു വൈ ഡാഷ്. അപ്പോൾ ഡി ഓഫ് 3y എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു വൈ ഡാഷ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡി സ്ക്വയർ ഓഫ് വൈ, ഡി സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം, ഡി ഓഫ് വൈ. അപ്പോൾ ഡി ഇൻറ്റു ഡി സ്ക്വയർ ആവും. ദാറ്റ് ഈസ് ഡി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, വൈ ഡാഷ് ആണ്. അപ്പോൾ ഡി വീണ്ടും വൈ ഡാഷിൽ ഡി അപ്ലൈ ചെയ്താൽ എന്ത് വരും, വൈ ഡബിൾ ഡാഷ് ആണ്. അപ്പോൾ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി ക്യൂബ് ഓഫ് വൈ എന്തായിരിക്കും, തേർഡ് ഡെറിവേറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി എൻ റേസ് ടു വൈ എന്തായിരിക്കും, വൈ nth ഡെറിവേറ്റീവ് ആണ്. അല്ലെങ്കിൽ ഡി കെ റേസ് ടു വൈ എന്തായിരിക്കും, വൈ kth ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഡിയുടെ പവർ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സിൻ്റെ ഓർഡറാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുണ്ടോ. അപ്പോൾ ഡി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈ ഡാഷ് ആണ്, ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ ഡബിൾ ഡാഷ് ആണ്, ഡി ക്യൂബ് എന്ന് പറയുമ്പോൾ വൈ ട്രിപ്പിൾ ഡാഷ് ആണ്. അങ്ങനെ പോകുന്നു. ഡിയുടെ പവർ മാറുക എന്ന് അർത്ഥം നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഓർഡറാണ് ചേഞ്ച് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ nth ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു അല്ലേ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്തായിരുന്നു, വാട്ട് വാസ് ദാറ്റ്? സപ്പോസ് ഇങ്ങനെ എഴുതുന്നു, ലീനിയർ ഹോമോജീനിയസ് എടുത്തോളൂ കേട്ടോ. ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്തായിരുന്നു, an ഓഫ് എക്സ് ഇൻറ്റു ഡി nth ഡെറിവേറ്റീവ് ഓഫ് വൈ ബൈ ഡി എക്സ് റേസ് ടു n പ്ലസ് an മൈനസ് 1 ഓഫ് എക്സ് ഇൻറ്റു ഡി n മൈനസ് 1th ഡെറിവേറ്റീവ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് റേസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് a1x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് a1x ഇൻറ്റു വൈ ശരിയല്ലേ, a0 ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഹോമോജീനിയസ് ലീനിയർ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. ഇതിനെ ഞാൻ ഡി ഉപയോഗിച്ച് എഴുതുകയാണ്. ഡി ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം എനിക്ക്, an ഓഫ് എക്സ് ഇൻറ്റു ഡി എൻ ഓഫ് വൈ ഉണ്ട് ആക്ച്വലി. ഇനി ഇത് വൈയുടെ ഡെറിവേറ്റീവ്സ് ആയതുകൊണ്ട് ജനറലി ഡി എന്ന് മാത്രം നൊട്ടേറ്റ് ചെയ്യുന്നു. പ്ലസ് an മൈനസ് 1 ഓഫ് എക്സ് ഇൻറ്റു ഡി n മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് a1 ഓഫ് എക്സ് ഇൻറ്റു എന്ത് വരും, ഡി ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം, അപ്പോൾ ഡി പ്ലസ് a0 ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡിയുടെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഡി ഉപയോഗിച്ച് എനിക്ക് ഇക്വേഷന് ഈ രീതിയിലാണ് ഫോർമാറ്റ് ചെയ്യുന്നത്. റെഡി? ആക്ച്വലി ഇതിലൊക്കെ വൈ ഉണ്ട് കേട്ടോ. ഓഫ് വൈ ഈക്വൽ ടു 0 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോഴാണ് ഇത് വൈയിലാണ് അപ്ലൈ ചെയ്യുന്നത്. വൈയുടെ nth ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഡി nth വൈ ഡെറിവേറ്റീവ് ഡിവൈഡ് ബൈ ഡി എക്സ് റേസ് ടു n വരും. ഇനി n മൈനസ് 1 അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. അങ്ങനെ ഓരോ a0 ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ മൊത്തമായിട്ട് എനിക്ക് എൽ ഈക്വൽ ടു എൽ ഓഫ് വൈ ഈക്വൽ ടു 0 എന്ന് റൊട്ടേറ്റ് ചെയ്യാം. എൽ ഓഫ് വൈ ഈക്വൽ ടു 0 ഇക്വേഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ എൽ കേട്ടോ. എൽ ഓഫ് വൈ ഈക്വൽ ടു 0. അപ്പോൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എനിക്ക് nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സിംബോളിക്കലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇക്വേഷൻ നോൺ ഹോമോജീനിയസ് ആണെങ്കിലോ, ഇഫ് ഇറ്റ് ഈസ് നോൺ ഹോമോജീനിയസ് ആകുമ്പോൾ വ്യത്യാസം എന്താണ്, നോൺ ഹോമോജീനിയസ് ആകുമ്പോഴുള്ള വ്യത്യാസം എന്താണ്, ജി ഓഫ് എക്സ് വിൽ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് 0 ആയിരിക്കില്ല, ജി ഓഫ് എക്സ് ആയിരിക്കും. ദെൻ ദി ഇക്വേഷൻ ക്യാൻ ബി റീറൈറ്റഡ് ആറ്റ് എൽ ഓഫ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് അല്ലേ. ഇവിടെ റൈറ്റ് സൈഡ് 0 അല്ല, പകരം ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എൽ ഓഫ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ്. അപ്പോൾ എൽ ഓഫ് വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതൊരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഇക്വേഷനാണ്. ദിസ് ഈസ് nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റാണ് എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ.